ഒളിമ്പിക്സ് ഫുട്ബോളിൽ മൊറോക്കയ്ക്കെതിരായ മത്സരത്തിലെ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ ഫിഫയ്ക്ക് പരാതി നൽകിയ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ 2-2 സമനിലയിലെന്ന് കരുതി കളത്തിൽ നിന്ന് കയറി മണിക്കൂറുകൾക്ക് ശേഷം വാർ പരിശോധനയിൽ സമനില ഗോൾ റദ്ദാക്കുകയും 2-1 പരാജയം നേരിടേണ്ടി വരികയും ചെയ്തതിനു പിന്നാലെയാണ് ഫെഡറേഷൻ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയ ഫിഫ അച്ചടക്ക സമിതിയെ സമീപിച്ചത്. ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഖേദകരമായ സംഭവമാണ്. മൊറോക്കൻ കാണികളുടെ ഗ്രൗണ്ട് അധിനിവേശത്തിനും അർജന്റീന താരങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിനും ശേഷം റഫറി താൽക്കാലികമായി മത്സരം നിർത്തിവെച്ചു. കളി പുനരാരംഭിക്കാൻ 2 മണിക്കൂറോളം താരങ്ങൾക്ക് ലോക്കർ റൂമിൽ കാത്തിരിക്കേണ്ടി വന്നു. ബുദ്ധിശൂന്യവും മത്സര നിയമങ്ങൾക്ക് വിരുദ്ധവുമാണിത്. കളി പുനരാരംഭിക്കേണ്ടതില്ലെന്ന് ഇരു ടീം ക്യാപ്റ്റന്മാരുടെ അഭിപ്രായങ്ങളും പരിഗണിച്ചില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതിനകം ഫിഫയുടെ അച്ചടക്ക സമിതിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിനാൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ടാപ്പിയ വ്യക്തമാക്കി. മൊറോക്കോ 2-1 മുന്നിട്ട് നിൽക്കുകയായിരുന്ന മത്സരത്തിൽ ഇഞ്ചുറി ടൈമിന്റെ 16-ാം മിനിറ്റിലാണ് അർജന്റീന സമനില നേടിയത്. ഇതിനു പിന്നാലെ മൊറോക്കോ ആരാധകർ ഗ്രൗണ്ട് കയ്യേറുകയും താരങ്ങൾക്ക് നേരെയും ഗ്രൗണ്ടിലേക്കും കുപ്പികളും മറ്റും എറിയുകയും ചെയ്തതോടെ കളി നിർത്തുകയായിരുന്നു. തുടർന്ന് ഏകദേശം 2 മണിക്കൂറിന് ശേഷം കാണികളെ പുറത്താക്കി അടച്ചിട്ട സ്റ്റേഡിയത്തിൽ ബാക്കി 3 മിനിറ്റ് കൂടി മത്സരം നടത്താൻ റഫറിമാർ തീരുമാനിച്ചു. എന്നാൽ അതിനു മുമ്പ് നടത്തിയ വാർ പരിശോധനയിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയ ക്രിസ്റ്റ്യൻ മെഡീന ഓഫ്സൈഡാണെന്ന് വിധിയെഴുതി സമനില ഗോൾ റദ്ദാക്കി. പിന്നീട് 3 മിനിറ്റ് ഇരു ടീം ഗോൾ നേടാതെ പോയപ്പോൾ മൊറോക്കോ വിജയത്തിലെത്തുകയായിരുന്നു. താൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ സർക്കസ് ആയിരുന്നു ഈ മത്സരമെന്നാണ് അർജന്റീൻ കോച്ച് ഹാവിയർ മഷാന ഇതിനോട് പ്രതികരിച്ചത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.